ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ആണ്. അപ്പം സപ്പോർട്ട് വെക്റ്റർ മെഷീനിൽ ആദ്യം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ നമുക്ക് വേണ്ടുന്ന ലൈബ്രറി ഫങ്ഷൻസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. പാൻഡാസിനെ ഡേറ്റ മാനിപ്പുലേഷനും അനാലിസിസിനും വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. നംപൈനെ ന്യൂമറിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ പുതിയ ആളാണ് SVR, സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ. സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ അതുപോലെ തന്നെ SVM ആണെങ്കിൽ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ആണെങ്കിൽ അത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് SVR എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ മീൻ സ്ക്വയർ എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു ലൈബ്രറിയാണ്. ലൈബ്രറിയിലൊരു ഫംഗ്ഷനാണ് മീൻ സ്ക്വയർ. ഇത്രയും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് യൂഷ്വലി നമ്മൾ ഡേറ്റ സെറ്റിനെ ലോഡ് ചെയ്യുന്നു. അതാണ് ഡേറ്റ ഈക്വൽ ടു pd.read_csv data.csv. data.csv ആണ് നമ്മുടെ ഫയൽ. നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ അടുത്ത നോക്കുക എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ അതിനകത്ത് ചെയ്യുന്നത് എന്താന്ന് നോക്കിയേ. എക്സ് ഇസ് ഈക്വൽ ടു data.drop y, ആക്സിസ് ഇസ് ഈക്വൽ ടു 1. ഡേറ്റ ഡ്രോപ്പ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഡ്രോപ്പ് ചെയ്യാനുള്ളതാണെന്ന്. സോ നമ്മൾ എക്സിനെയും വൈനെ സെപ്പറേറ്റ് ചെയ്യുവാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും y എന്ന കോളം മാറ്റിയിട്ടുള്ള ബാക്കി എല്ലാവരെയും നമ്മൾ എക്സിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്. അതാണ് അവിടെ മീൻ ചെയ്തിരിക്കുന്നത്. data.drop y, ആക്സിസ് ഇസ് ഈക്വൽ ടു 1. ആക്സിസ് ഇസ് ഈക്വൽ ടു 1, ആക്സിസ് ഇസ് ഈക്വൽ ടു 0. ആക്സിസിന് രണ്ട് വാല്യൂസ് ആണ് സാധാരണ കൊടുക്കാറ്, 1ഉം 0. 1 എന്ന് പറഞ്ഞാൽ കോളം വൈസ് ആണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ 1 എന്നും, ആക്സിസ് ഇസ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റോ വൈസും ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് y എന്ന് പറയുന്ന കോളത്തിനെ മാത്രം കളഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും എക്സിലേക്ക് എടുക്കുകയാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയ്ക്കകത്തുനിന്നും വൈനെ കളഞ്ഞിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരാണ്. അതാണ് അതിന്റെ മീനിങ്. y എന്ന് പറയുന്നത് എന്താ, ഡേറ്റയ്ക്കകത്തു നിന്നുള്ള വൈക്കകത്തെ വാല്യൂസ്, അതായത് y കോളത്തിലെ വാല്യൂസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നൾ വാല്യൂസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നൾ വാല്യൂസ് അല്ല, നോട്ട് എ നമ്പർ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ഇഫ് y.isNull.any. ഇത് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇഫ് y.isNull ഫംഗ്ഷൻ ഡോട്ട് എനി, അതായത് എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് ആ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ലൂപ്പിലേക്ക് കയറുന്നു. എന്നിട്ട് നോട്ട് എ നമ്പേഴ്സിനെ നമ്മൾ തപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അത് NaN ഉണ്ടോ നമ്മൾ നോക്കും. NaN ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ റിമൂവ് ചെയ്യണം. സോ നമ്മൾ എടുക്കുന്നു ഡേറ്റ ഈസ് ഈക്വൽ ടു data.drop NA സബ്സെറ്റ് ഇസ് ഈക്വൽ ടു y. ഇവിടെ മീൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ y എന്ന് പറയുന്ന കോളത്തില് NaN എവിടെയൊക്കെ ഉണ്ടോ ആ കറസ്പോണ്ടിങ് റോയെ ഡിലീറ്റ് ചെയ്ത് കളയുക. കോളം വൈനെ അല്ല ഡിലീറ്റ് ചെയ്യുന്നത്, സബ്സെറ്റ് ഈക്വൽ ടു y. അവിടെ y സബ്സെറ്റിനകത്ത് നമ്മൾ ഓരോ കോളത്തിനെയാണ്. ഇപ്പം നമുക്ക് y എന്ന് പറയുന്ന ഒരു കോളവേ ഉള്ളൂ. സോ നമ്മളിപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ കോളംസ് ഉണ്ടെങ്കിൽ അപ്പൊ y-ഉം z-ഉം ആണ് എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, സബ്സെറ്റ് ഓഫ് y-യും കൊടുക്കും z-ഉം കൊടുക്കും. എന്നിട്ട് ഈ y-ക്കും z-ലും എവിടെയെങ്കിലും NaN ഉണ്ട് എങ്കിൽ ആ കറസ്പോണ്ടിങ് റോ മൊത്തം ഡിലീറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു കോളവേ ഉള്ളൂ. സോ നമ്മൾ y എന്ന് പറയുന്ന കോളത്തിലേക്ക് എടുക്കുന്നു. y എന്ന് പറയുന്ന കോളത്തിൽ NaN എവിടെയൊക്കെ വരുന്നോ ആ കറസ്പോണ്ടിങ് റോസിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ y-നെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഒന്നും കൂടെ റീഅസൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഡേറ്റ y-നെ ഒന്നുകൂടെ y-ലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ ഇല്ലാത്ത ബാക്കി എല്ലാ വാല്യൂസിനെയും കൂടെ ഒന്നുകൂടെ y-ലേക്ക് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ഇമ്പ്യൂട്ട് ചെയ്ത് കളയാന്ന് പറയും. അപ്പൊ അതിലേക്ക് പോകേണ്ടത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ജസ്റ്റ് ആ ഫംഗ്ഷനും കൂടെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് അതും ചെയ്യാം. ഇമ്പ്യൂട്ട് ചെയ്ത് കളയാ, കട്ട് ചെയ്ത് കളയാ എന്നാണ് ഉദ്ദേശിക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ട്രെയിനിങ് സെറ്റിനെയും ടെസ്റ്റിംഗ് സെറ്റിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പ്രോഗ്രാമിങ്ങിലും നമ്മൾ ഇതാണ് ചെയ്യുന്നത്. എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ്, ട്രെയിൻ _ ടെസ്റ്റ് സ്പ്ലിറ്റ് XY, ടെസ്റ്റ് സൈസ് 20%. 100 എണ്ണം ഉണ്ടെങ്കിൽ 20 പേര് നമ്മൾ ടെസ്റ്റിങ്ങിനും 80 പേര് നമ്മൾ ട്രെയിനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നു. റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 42. ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ പഠിച്ചോട്ടെ എന്ന് ഓർത്താണ്. 42 തന്നെ കൊടുക്കണമെന്നില്ല, വേറെ നമ്പേഴ്സും കൊടുക്കാം. ഓരോ പ്രാവശ്യവും എടുക്കുന്ന സെയിം ആൾക്കാരെ തന്നെ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് വരുന്നത്
നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൊരു കാര്യമാണ്. SVM regression is equal to SVR function. SVR ഫംഗ്ഷനകത്തോട്ട് കേർണൽ is equal to RBF, C is equal to 1 and gamma is equal to scale. ഇത് നിങ്ങൾക്ക് SVM നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ല. അപ്പം SVM കവർ ചെയ്തതിന് ശേഷം SVM എന്താണെന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കാം ഇത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുള്ളൂ. അപ്പം ഇത് SVMനകത്ത് ഓരോ ഫങ്ഷൻസ് ആണ്. കേർണൽ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കേർണൽ ഫംഗ്ഷൻ ആണ് RBF, റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ കേർണൽ. അതുപോലെ തന്നെ C is equal to 1 എന്ന് പറയുന്ന റെഗുലറൈസേഷൻ പാരാമീറ്റർ ആണ്. നമുക്കിതിനെല്ലാം നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹൈപ്പർ പ്ലെയിനിൽ നമ്മൾ നമ്മുടെ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യുവാണ്, എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഹൈപ്പർ പ്ലെയിൻ ഇവരെ ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് റെഗുലറൈസേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്, RBF ഉണ്ട്, പിന്നെ ഉള്ളത് ഗാമായും ഉണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് SVMൽ അത് ക്ലിയർ ആയിട്ട് പറയും. SVM എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ പ്രോഗ്രാം ബേസിൽ ഇത്ര അറിഞ്ഞിരിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേർണൽ ഫംഗ്ഷൻ ആണ് RBF. C ഈക്വൽ ടു 1 എന്ന് പറയുന്ന റെഗുലറൈസേഷൻ പാരാമീറ്റർ ആണ്. പേരുകൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. അതുപോലെ ഗാമ ഈസ് ഈക്വൽ ടു സ്കെയിൽ. ഗാമ ഈസ് ഈക്വൽ ടു സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുകയാണ്. അതായത് നമ്മളതിനെ പ്ലോട്ട് ചെയ്യുന്ന കേസല്ല, പ്ലോട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ആ ഓരോ പാരാമീറ്റേഴ്സിനെയും ഓരോ പോയിന്റ്സിനെയും നമ്മൾ എടുക്കുമ്പോൾ അതിനെ എന്തുമാത്രമാണ് സ്കെയിൽ ചെയ്യേണ്ടത്, അതായത് ഡിപ്പെൻസ് ഓൺ ഡേറ്റയിൽ നമ്മുടെ ഡേറ്റയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ സ്കെയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാമ ഈസ് ഈക്വൽ ടു സ്കെയിൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗാമ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഗാമ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ആണ്. അതായത് ഒരു ചെറിയൊരു ഡേറ്റ പോയിന്റിന്റെ ഇൻഫ്ലുവൻസ് എത്ര ദൂരം വരെ, ഇല്ല ആ ഒരു പോയിന്റിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, എത്ര ദൂരം വരെ അതിന്റെ ഇൻഫ്ലുവൻസ് പോകുന്നുണ്ട്, ഇതാണ് ഗാമ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യുന്ന കേസാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഗാമ ഇസ് ഈക്വൽ ടു സ്കെയിൽ എന്നത് ഓട്ടോമാറ്റിക്കലി അത് സ്കെയിൽ ചെയ്ത് പൊക്കോളും ഡിപ്പെൻഡിങ് ഓൺ ഡേറ്റ. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ SVMനകത്ത് പറയാനുള്ളത്. ബാക്കി ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ SVM എന്ന് പറഞ്ഞ് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡലിലേക്ക് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യുന്നു. ട്രെയിൻ ചെയ്തതിനെ ഡേറ്റാനെ ഫിറ്റ് ചെയ്യിക്കുന്നു. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ കുറച്ച് ഡേറ്റാനെ നമ്മൾ പ്രെഡിക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന SVM REG റിഗ്രഷൻ ആണ് കേട്ടോ. SVM REG കൊണ്ട് ഉദ്ദേശിക്കുന്ന റിഗ്രഷന്റെ ആണ് ആ REG കൊടുത്തിരിക്കുന്നത്. SVM _REG ഡോട്ട് പ്രെഡിക്റ്റ്. പ്രെഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന X ടെസ്റ്റിനെ എടുത്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ വാല്യൂവിനെ Y പ്രെഡിക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ മീൻ സ്ക്വയർ എറർ, നമ്മൾ എല്ലായിടത്തും നമ്മൾ ഇതാണ് കണ്ടുപിടിക്കുന്നത്, മീൻ സ്ക്വയർ എറർ കാൽക്കുലേറ്റ്. എന്തിനാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും എന്താണ് എറർ എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ മീൻ സ്ക്വയർ എറർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു SVM പ്രോഗ്രാം ആണിത്. ഇതാണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ. ഓക്കെ.